പ്രത്യേകിച്ച് പെരുമ്പാവൂരിൽ ഉൾപ്പെടെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ വല്ലാതെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലവുമാണ്. അവിടെയാണ് ഇതിൻ്റെ ലഹരിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ പോലും പല കേസുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു മാസക്കാലം ഏകദേശം 5500ഓളം കേസുകളാണ് ഇതിനോടകം തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ പെരുമ്പാവൂരിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കേസുകളും അവിടെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എടുത്തു നോക്കുമ്പോഴാണ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി ഒരു പ്രതിജ്ഞ എന്ന രീതിയിൽ തന്നെ ലഹരിക്കെതിരെ നമ്മുടെ പോരാട്ടം തുടരും, ഇനി ഉപയോഗിക്കില്ല എന്നുള്ള തരത്തിൽ പറയുകയും അത് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളും ഈ റാലിയിൽ പങ്കെടുക്കുന്നവരുൾപ്പെടെ അത് ഏറ്റുപറയുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ലഹരിക്കെതിരെ ഇപ്പോൾ ഈ സർക്കാർ അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല കൈയെടുത്തതിന് ശേഷം ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി കൊണ്ടുവരികയും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന കേസുകളുടെ എണ്ണവും ഇപ്പോഴും അത് തുടരുന്ന സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നതാണ്, ഷോക്കിംഗ് ആണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ പാർക്കുന്ന ഇടം. അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ലഹരികൾ വാങ്ങുകയും വിൽക്കുകയും അതൊക്കെ കടത്തുന്നതുമായിട്ടുള്ള കേസുകൾ പലകുറി റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ടായി, പോലീസ് പിടികൂടുന്ന സാഹചര്യമുണ്ടായി. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് അവരോട് ബായ് കോളനിയിലെത്തി അവിടെയുള്ള ആളുകളോട് നേരിട്ട് സംസാരിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തുന്നത്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേരള സംസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടുന്നു, സർക്കാർ അതിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു. അതിൻ്റെ ഭാഗമായി തൂഫാൻ പോലൊരു പദ്ധതി വരുമ്പോൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന്, രാഷ്ട്രീയ മേഖലയിൽ നിന്ന്, സാമൂഹിക മേഖലയിൽ നിന്ന് ഒട്ടനവധി ആളുകൾ ഈ പദ്ധതിയോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. ഈ പദ്ധതി കൂടുതൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കൊണ്ട് തന്നെ ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി അവരോടൊരു അവയർനെസ്, ഒരു അവബോധം തീർക്കുന്നൊരു പശ്ചാത്തലം കൂടി നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴായിരിക്കും ഈ റാലി ആരംഭിക്കുക? ഭായ് കോളനിയിലേക്ക് എത്ര മണിയോടുകൂടി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്? റാലി ആരംഭിച്ചു കഴിഞ്ഞു. അതായത് പ്രതിജ്ഞയോട് കൂടിയാണ് റാലി ആരംഭിച്ചത്. അതിപ്പോൾ ഓൾറെഡി തന്നെ റാലി തുടങ്ങിക്കഴിഞ്ഞു. അതിൽ കുട്ടികളും മാതാപിതാക്കളും നാട്ടുകാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകളാണ് റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ളത് റാലിയോടൊപ്പം തന്നെയാണ്. എന്തായാലും ആഭ്യന്തരമന്ത്രി നയിക്കുന്ന റാലി അത് പ്രത്യേകിച്ചും ഈ ഭായ് കോളനികളിലെത്തി അവരുമായി സംബന്ധിച്ച ശേഷമായിരിക്കും സമ്മേളനം ഉണ്ടാവുക. ഈ സമാപന സമ്മേളനം ഫൈനാൻസ് ഹാളിലാണ് ഉണ്ടാവുക. അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പെരുമ്പാവൂർ ഒരു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നമുക്ക് കാണാം റാലി ആരംഭിച്ചിരിക്കുന്നു. NCC കേഡറ്റ്സ്, വിദ്യാർത്ഥികൾ സ്കൂൾ യൂണിഫോമിൽ പ്ലക്കാർഡുകളുമായി ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റ് നാട്ടുകാർ, പൊതുസമൂഹം ഉൾപ്പെടെയുള്ളവർ പെരുമ്പാവൂരിൽ പടർന്നു പിടിക്കുന്ന ലഹരിക്കെതിരെ പോരാടാൻ വിദ്യാർത്ഥികൾ തന്നെ നേരിട്ടിറങ്ങുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. വിദ്യാർത്ഥികൾ കുട പിടിച്ചുകൊണ്ട്, മഴയുണ്ട്, കാലാവസ്ഥ കുറച്ച് മോശമാണെങ്കിൽ പോലും അത് വകവയ്ക്കാതെ ഈ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഈ പ്രേക്ഷകർ കാണുന്നത് ലൈവ് ദൃശ്യങ്ങളാണ്. ഈ റാലി ആരംഭിച്ചിരിക്കുന്നു. ബഹുജന റാലിയാണ്, നമുക്ക് കാണാം. നീണ്ടു നിവർന്ന് കിടക്കുന്ന റാലി. അവിടെ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ലഹരിക്കെതിരെ പോരാടണമെന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന ഈ റാലി, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ റാലിക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. റാലി പുരോഗമിക്കുന്നു. ഓരോ പ്ലക്കാർഡിലും പല രീതിയിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഒരു സോഷ്യൽ അവയർനെസ് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഈ റാലി നടത്തപ്പെടുന്നതും. ലഹരി മാഫിയയുടെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഒരുമിച്ച് നടത്തുന്നു. കേരള സമൂഹം ഒറ്റക്കെട്ടായി ഒന്നായി പോരാടുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ നമുക്ക് കാണാം പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ കാലാവസ്ഥ മോശമായിട്ട് പോലും അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ലഹരിക്കെതിരെ, ഈ ലഹരി ഉണ്ടാക്കുന്ന വിപത്തിനെതിരെ സംസ്ഥാന സർക്കാരും സംസ്ഥാന ആഭ്യന്തര വകുപ്പും കൈകോർത്തുകൊണ്ട് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതി നടക്കുമ്പോൾ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ഈ ലഹരി അത് വേരോടെ അറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തൂഫാൻ നടത്തുന്നത് തന്നെ. അതിനാണിപ്പോൾ പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര വകുപ്പ് പെരുമ്പാവൂരിൽ വെച്ച് തന്നെ ഈ ഒരു ബഹുജന റാലി നടത്താനും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നായി ഈ ലഹരികൾ പോകുന്ന പശ്ചാത്തലത്തിൽ അവരോട് ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി സംസാരിക്കുമ്പോൾ അതൊരു പുതിയ ഇനിഷ്യേറ്റീവാണ്, അതൊരു പുതിയ രീതിയിലാണ്, ഒരു പുതിയ മാറ്റമാണ്. ആ മാറ്റത്തിലേക്ക് തന്നെയാണ് ഈ റാലിയും പോകുന്നത്. ഈ റാലി നേരെ പോകുന്നത് ഭായ് കോളനി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ്. അവിടെ പോയി
അവിടെയുള്ള ആളുകളോട്, പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തിൽ നിന്ന് വന്ന ആളുകളോട് ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് ഈ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടാൻ അവരോടും ചേർന്ന് പ്രയത്നിക്കാനും കൂടെ നിൽക്കാനും വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം തന്നെയായിരിക്കും ആഭ്യന്തരമന്ത്രിയും മുന്നോട്ട് വെക്കുക. ഉച്ചയ്ക്ക് ശേഷം അവിടെ റാലി തുടങ്ങുമെന്ന് മനസ്സിലാക്കി അതേ രീതിയിൽ തന്നെയാണ് തുടങ്ങുന്നത്. കാലാവസ്ഥ കുറച്ച് മോശമാണ്, മഴ പെയ്യുന്ന സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. പക്ഷേ ഒരു തരത്തിലും ഈ പോരാട്ടം പിന്നോട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു കാര്യവും അതാണ്. ഈ തൂഫാൻ പദ്ധതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടാകും, പക്ഷേ ആഭ്യന്തര വകുപ്പ് ഒരു ഇഞ്ച് ഇതിൽ നിന്നും പിന്നോട്ട് പോവില്ല, മുന്നോട്ട് തന്നെയാണ് എന്നുള്ളത് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ റാലികൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിയുന്നതും. ഇത്രയധികം ജനപങ്കാളിത്തവും ഈ റാലിയിൽ ഉണ്ടാകുന്നതും ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടാണ്. ഓരോ കുടുംബത്തിലും ഓരോ കുട്ടികളിലേക്ക് പോലും ഈ ലഹരി പടർന്നു പിടിക്കുന്ന സാഹചര്യം അത് പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാലാവസ്ഥ മോശമാവുന്നൊരു സാഹചര്യം അവിടെ ഉണ്ടോ? പക്ഷെ എന്നാൽ പോലും ഒരു വലിയ ജനപിന്തുണ നമുക്ക് കാണാൻ കഴിയും ഈ ലഹരിക്കെതിരെ. കാലാവസ്ഥ മോശമാവുന്നുണ്ട് സാഹചര്യമുണ്ടോ? കാണാം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നയിക്കുന്ന റാലി. ലഹരി മാഫിയക്കെതിരെ, ലഹരിക്കെതിരെ പോരാടാൻ ശക്തമായി നിൽക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മാസം പിന്നിടുന്നൊരു സാഹചര്യമുണ്ട്. ഈ ഒരു മാസം പിന്നിടുന്ന വേളയിൽ തന്നെ നിരവധി കേസുകൾ കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഏകദേശം ആജ്ഞയുണ്ട് വിശദാംശങ്ങളുമായി. ആജ്ഞ, ഈ കാലാവസ്ഥ ഒരു പ്രശ്നമാവുന്നുണ്ടോ? നമുക്ക് നെറ്റ്വർക്ക് പോലത്തെ ഇഷ്യൂസ് വരുന്നത് ആൾക്കൂട്ടമാണ്. കാലാവസ്ഥ അങ്ങനെ ആയിട്ട് പോലും ആളുകൾ അതിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അത്ര വലിയ വിധത്താണ് എന്നുള്ളത്. അതിനനുസരിച്ച് തന്നെയാണ് പോലീസായാലും മറ്റുള്ളവരായാലും അതിൽ വേഗം കൊടുക്കുകയും ആളുകളെ നിയന്ത്രിക്കുകയും സംസ്ഥാന വ്യാപകമായ ഒരു മാസക്കാലത്തോളം പോലീസ് നടത്തിയ കേസുകൾ, അതായത് ലഹരിയുടെ കേസുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 5353 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 5000-ഓളം പേരെ അറസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കും നീങ്ങിയിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ അറസ്റ്റുകളാണത്. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഈ കണക്കുകൾ. ഇത് നീങ്ങുന്നത്, ഇത് ഉപയോഗിക്കുന്നവർ സാധാരണ വിദ്യാർത്ഥികൾ, കുട്ടികളിൽ നിന്ന് വരെ ഈ ലഹരി പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ട്. അതില്ലാതാക്കുക, അത് വേരോടെ അറക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി നേരിട്ടിറങ്ങി ഓരോ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, വിദ്യാർത്ഥികളെ സന്ദർശിച്ചുകൊണ്ട്, സ്കൂളുകൾ സന്ദർശിച്ചുകൊണ്ട്, കോളേജുകൾ സന്ദർശിച്ചുകൊണ്ട് ലഹരി ഉപയോഗിക്കരുത്, അത് വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ ഒരു അവയർനെസ് ആദ്യം ആരംഭിക്കണം, ഒരു അവബോധം, ഒരു സോഷ്യൽ അവയർനെസ് ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ ഒരു മാസം പിന്നിടുന്നൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും നമുക്ക് കാണാം ആഭ്യന്തരമന്ത്രി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിൽക്കുന്ന ഫ്ലെക്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അതിൻ്റെ പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, വിദ്യാർത്ഥികൾ, NCC കേഡർമാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. എല്ലാം വളരെ ശക്തമായിട്ട് തന്നെ നീങ്ങുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തുന്ന ഈ റാലിക്ക് പിന്നിൽ, പെരുമ്പാവൂരിൽ തന്നെ ഈ റാലി നടത്തുമ്പോൾ അതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 30 മുതൽ 40% കേസുകൾ പെരുമ്പാവൂരും അതിന് ചുറ്റപ്പെട്ട് നിൽക്കുന്ന അടുത്തുള്ള ജില്ലകളിൽ മറ്റ് ഭാഗങ്ങളിൽ നിന്നുമാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ബഹുജന റാലി മുന്നോട്ട് പോകുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണ്, മഴയുടെ സാഹചര്യമുണ്ട്, റോഡ് നമുക്ക് കാണാം നനഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, നടക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടാണ് സാധാരണ ജനങ്ങൾ, പൊതുസമൂഹം ഉൾപ്പെടെ ഈ റാലിയുടെ ഭാഗമാണ്. കാരണം ആളുകൾക്ക് ഉൾപ്പെടെ മനസ്സിലാവുന്ന ഒരു സോഷ്യൽ കോസാണ് ഇത് പടർന്നു പിടിച്ചുകൂടാ, ഇത് നമ്മുടെ കുടുംബത്തിലും നാളെ സംഭവിക്കാമെന്നുള്ളത് ഇല്ലാതാക്കുക, അതിൻ്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി
സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നടത്തുന്ന ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ബഹുജന റാലി നടക്കുന്നത്. സംസ്ഥാനം ഒന്നാകെ ഒറ്റക്കെട്ടായി മാത്രം നിന്നാൽ വെയിലിറക്കാൻ കഴിയുന്ന ഈ ലഹരി മാഫിയക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടുക എന്ന ലക്ഷ്യമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട് 1 മാസം പിന്നിടുന്നു. ആ 1 മാസം പിന്നിടുന്ന പശ്ചാത്തലത്തിലാണ് ഏകദേശം 5000-ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന വ്യാപകമായി. അതിൽ കൂടുതൽ കേസുകൾ വരുന്ന ഒരു സാഹചര്യം പെരുമ്പാവൂരും മറ്റ് ഈ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായിട്ട് വരുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ഈ ഇനീഷ്യേറ്റീവ് അവിടെ നിന്നുകൊണ്ടും മറ്റ് ഇതര സംസ്ഥാന ആളുകളെ നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ലക്ഷ്യത്തോടു കൂടി ആഭ്യന്തരമന്ത്രി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ഈ റാലി ചെന്നെത്തുന്നത് ഭായ് കോളനിയിലേക്കാണ്. അവിടെ പോയി അവിടെ ആളുകളെ കണ്ട് സംസാരിച്ച് അവരെയും ഇതിൻ്റെ ഭാഗമാക്കുക, ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമാക്കുക, ഒറ്റക്കെട്ടായി നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ആഭ്യന്തരമന്ത്രിയുടെ ആ പ്രതിജ്ഞയിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഞാൻ ഉപയോഗിക്കില്ല, ഇനി അങ്ങോട്ടും ഉപയോഗിക്കില്ല, ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറയുമ്പോൾ പോലും അത് കൂടുതൽ അവയർനെസ്സിലേക്ക് നീങ്ങുക എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് 18 ഭാഗമായിട്ട് ആൻറ്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിനും നമ്മൾ നടത്തിയിരുന്നു പട്ടം സെൻറ്റ് മേരി സ്കൂളിൽ. അവിടെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടകനായി എത്തിയിരുന്നതും അവിടെയുള്ള കുട്ടികളോടും പറഞ്ഞിരുന്നത് ലഹരിക്കെതിരെ ശക്തമായി പോരാടും എന്നത് തന്നെയാണ്. അങ്ങനെ ഓരോ ഇടത്തായി ആഭ്യന്തരമന്ത്രി എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സിനിമാ പൂജയിലും ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു. അവിടെ ഉണ്ടായിരുന്ന സിനിമ ആളുകളൊക്കെ തൂഫാൻ വാറിയേഴ്സായി മാറുന്നൊരു പശ്ചാത്തലമുണ്ടായി. അവിടെയും ആഭ്യന്തരമന്ത്രിയാണ് നേരിട്ടെത്തിയാണ് അവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്കുൾപ്പെടെ തൂഫാൻ ബാഡ്ജ് നൽകിക്കൊണ്ട് അവരെയും സ്വീകരിച്ചത്. അങ്ങനെ എത്തിപ്പെടാൻ കഴിയുന്ന എല്ലായിടത്തും നേരിട്ടെത്തിക്കൊണ്ട് ഈ ഭാഗമായി, അതായത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ ആഭ്യന്തരമന്ത്രി തന്നെ നേരിട്ടിറങ്ങുന്ന പശ്ചാത്തലമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. ഈ റാലി എത്തുന്നത് ഭായ് കോളനിയിലേക്കാണ്. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതൽ പാർക്കുന്ന സ്ഥലമാണ് ഭായ് കോളനി. അവിടെ എത്തി അവരോട് നേരിട്ട് ആഭ്യന്തരമന്ത്രി സംസാരിച്ച് ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണം എന്നുള്ള കാര്യം പറയും. കാരണം ലഹരി പടർന്നു പിടിക്കുന്ന സാഹചര്യം കൊച്ചിയിൽ ഉൾപ്പെടെ നമുക്കറിയാം, നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഇനിയും നീട്ടാൻ കഴിയില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരിക്കെതിരെ പോരാടുന്നത് നമുക്ക് കാണാം. ദൃശ്യങ്ങളിൽ ശക്തമായ ഒരു വലിയ റാലിയാണ്. ജനക്കൂട്ടം കുടകൾ നിരത്തി നിൽക്കുന്നു, കാരണം അത്ര മഴയും പെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എന്നിട്ടും കാലാവസ്ഥ പ്രതികൂലമായിട്ട് പോലും നമുക്ക് കാണാം ജനങ്ങൾ ഒപ്പം നിൽക്കുന്നു, ഈ റാലിക്കൊപ്പം നിൽക്കുന്നു. ഈ റാലിയുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നതും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി തന്നെയാണ് ഓരോരുത്തരും ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ തിരുപ്പാവൂരിന്റെ മണ്ണിൽ നിന്ന് ഈ വഴിപ്പാതയിലൂടെ കടന്നുവരികയാണ് ചെയ്യപ്പെടുന്നത്. അതുമറിയാം, ഈ നാട് നന്നാകാൻ നമ്മളെല്ലാവരും ഒരുമിച്ചുകൊണ്ട് 8 കിലോയിലധികം എണ്ണയും 360 കിലോയിലധികം കഞ്ചാവ് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് തന്നെ 17 ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് കാര്യം തന്നെയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ആഭ്യന്തരമന്ത്രി സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചിട്ട് 1 വർഷമാകുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളോട് നേരിട്ടിറങ്ങി സംസാരിച്ച് ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണം എന്നുള്ള രീതിയിലും ലഹരി മാഫിയയുടെ വേരറക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുമെന്നും ആഭ്യന്തരമന്ത്രി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.